നമസ്കാരം. കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച അതേ നീക്കമാണ് ഇഡി തൃശൂരും നടത്തിയത്. എല്ലാം കണ്ട് അനങ്ങാതിരുന്ന CPM-ന് ഇതുപോലൊരു നീക്കം ഇഡി തങ്ങൾക്കു നേരെ നടത്തുമെന്ന വിചാരമേ ഉണ്ടായിരുന്നില്ല. മടിക്കുത്തിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ പോലും പുറത്തെടുത്തു വെച്ചാണ് ഇഡി ചോദ്യം ചെയ്യൽ തന്നെ നടത്തിയത്. അതോടെ ബിജുവിനും വർഗീസിനുമൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടിയ അവസ്ഥയായി. എന്തായാലും ഇഡി ഈ കടും കൈ ചെയ്യുമെന്ന CPM സ്വപ്നേബി നിരീക്ഷിച്ചില്ല എന്ന് വേണം കരുതാൻ. ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ടിൽ നിന്നും ഈ മാസം 1 കോടി പിൻവലിക്കുകയും അത് ആദായ നികുതി റിട്ടേണിൽ നൽകാതിരിക്കുകയും ചെയ്ത നടപടിയാണ് CPM-നെ സംശയമുനയിലാക്കിയത്. ഇഡിയുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെന്നതും പാർട്ടിയെ വെട്ടിലാക്കി. ആദായ നികുതി വകുപ്പും ഈ വിഷയത്തിൽ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കവേ ഇനി എന്ത് എന്ന ചോദ്യം CPM-ന് മുന്നിലുണ്ട്. പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക കൂടാതെ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ഫോണും ഇഡി പിടിച്ചെടുത്തിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് മുൻനിർത്തിയുള്ള ഇഡി നീക്കത്തിന് തൃശൂർ ലോക്സഭാ സീറ്റുമായി ബന്ധമുണ്ടെന്ന നിഗമനം പാർട്ടിയിൽ ശക്തമാണ്. BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം തൃശൂർ സീറ്റ് ഒരു അഭിമാന പ്രശ്നമാണ്. നരേന്ദ്രമോദി അടുപ്പിച്ച് 2 തവണ വരികയും റോഡ് ഷോ വരെ നടത്തുകയും ചെയ്ത മണ്ഡലമാണ് തൃശൂർ. പക്ഷേ എങ്ങനെ ഇവിടെ ജയം എന്ന ചോദ്യമാണ് BJP ദേശീയ നേതൃത്വത്തിന് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് CPM-ന് മുകളിൽ ഇഡി ചെലുത്തുന്ന അധിക സമ്മർദ്ദം ചർച്ചയാകുന്നത്. തൃശൂരിൽ ക്രൈസ്തവ സഭകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ നീക്കം വിജയം കണ്ടില്ല. സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സമർപ്പിച്ച സ്വർണ കിരീടം വീണുടഞ്ഞത് അശുഭകരമാണെന്ന പ്രചാരണം വ്യാപകമായിരുന്നു. കിരീടത്തിൽ എത്ര സ്വർണം എന്ന ചോദ്യമുയർത്തി അത് വിവാദമാക്കുന്നതിൽ എതിർപക്ഷം വിജയിക്കുകയും ചെയ്തു. ഇതിലെല്ലാം പ്രതിരോധത്തിലായ സുരേഷ് ഗോപിക്ക് കിരീടദാനം തന്നെ തിരിച്ചടിച്ച അവസ്ഥയായിരുന്നു. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ അതിജീവിക്കാൻ BJP-ക്കും സുരേഷ് ഗോപിക്കും പിന്നീട് കഴിഞ്ഞില്ല എന്ന പ്രതീതി വ്യാപകമാണ്. കരുവന്നൂരിനെ മുൻനിർത്തി കേന്ദ്ര ഏജൻസി നടത്തുന്ന നീക്കങ്ങളെ CPM-ഉം ഇടതുമുന്നണിയും വിലയിരുത്തുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ജില്ലാ സെക്രട്ടറി അടക്കം നേതാക്കൾ തിരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം അത്യപൂർവം. CPM ഒരിക്കലും കണക്ക് കൂട്ടിയതുമല്ല. CPM-നെ കെട്ടിപ്പൂട്ടി തൃശൂരിൽ വിജയമുറപ്പിക്കുകയാണോ BJP ലക്ഷ്യമെന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. കരുവന്നൂരിൽ ഇഡി നീക്കങ്ങൾ നടത്തുമ്പോഴൊക്കെ പുതിയ ഇന്ത്യ പുതിയ കേരളം എന്ന BJP ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളതെന്ന് CPM നേതാക്കൾ ആവർത്തിച്ച് ആരോപിച്ചിരുന്നു. അതേസമയം 1998-ൽ തുടങ്ങിയ അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത്, അത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് 5,10,00,000 രൂപയാണ്. ഇതിൽ 1 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളിലേക്ക് അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-ന് 1 കോടി രൂപ പിൻവലിച്ചിരുന്നു. CPM ജില്ലാ സെക്രട്ടറിയാണ് പണം പിൻവലിച്ചത്. ഈ പണം ചെലവഴിക്കരുതെന്ന് ഇൻകം ടാക്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പണത്തിന്റെ സോഴ്സ് അടക്കമുള്ളവ വ്യക്തമാക്കാൻ ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് CPM നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ ഇഡിക്ക് ചോർത്തി നൽകിയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രമേ ഈ രേഖ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളൂ. 31 പേജുള്ള ഇതിന്റെ പൂർണ്ണ രൂപം ഇഡിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പാർട്ടി മനസ്സിലാക്കിയ വിവരം. ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് PK ബിജുവിനെ അടക്കം ചോദ്യം ചെയ്തത്. അന്വേഷണ കമ്മീഷനുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു PK ബിജുവിന് ഉണ്ടായിരുന്നത്. അതേസമയം ഇഡിക്ക് മുൻപിൽ അത്തരമൊരു അന്വേഷണ റിപ്പോർട്ടില്ലെന്ന വാദമാണ് CPM നേതാക്കൾ ഉയർത്തിയത്. എന്നാൽ ഇഡിയുടെ കൈവശം റിപ്പോർട്ടുണ്ടെന്ന് വ്യക്തമായതോടെ പൂർണ്ണമായും തടിതപ്പൽ സാധ്യമല്ലാത്ത അവസ്ഥയുമുണ്ട്. നന്ദി.